ജയസൂര്യ നായകനാവുന്ന കത്തനാർ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ്, ബാച്ചലർ പാർട്ടി 2X റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തുവന്നു. ഒപ്പം തന്നെ ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിസ്മയ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ തുടക്കം. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 6,22,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1 കോടി രൂപയും സ്വന്തമാക്കിയ തുടക്കത്തിന്റെ 2 ദിവസത്തെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 7,22,00,000 രൂപയോളമാണ്. അതേസമയം ലോകമെമ്പാടു നിന്നും 2 ദിവസങ്ങൾ കൊണ്ട് 14,82,00,000 രൂപയും തുടക്കമെന്ന് ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. തുടക്കത്തിന്റെ ബഡ്ജറ്റ് 15 കോടി രൂപയ്ക്ക് മുകളിൽ. ലോകേഷ് കനകരാജ് നായകനായി തിയേറ്ററുകളിൽ ഗംഭീര അഭിപ്രായങ്ങൾ സ്വന്തമാക്കി മുന്നേറുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ DC. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 1,95,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്നും 4,15,00,000 രൂപയും കർണാടകയിൽ നിന്നും 2 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുള്ള DCയുടെ 2 ദിവസത്തെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 12,25,00,000 രൂപയാണ്. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ 18,50,00,000 രൂപയും. ഹോളിവുഡ് ചിത്രം ദ ഒഡീസി റിലീസിനെത്തിയിട്ട് ഇന്ന് 23 ദിവസങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 23 ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 12,05,00,000 രൂപ. ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 216,59,00,000 രൂപ. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ $1 ബില്യൺ അഥവാ 9,700 കോടി രൂപ. ദ ഒഡീസിയുടെ ടോട്ടൽ ബഡ്ജറ്റ് 2,380 കോടി രൂപ. കുഞ്ചാക്കോ ബോബൻ നായകനെത്തിയ ഉന്മാദം സിനിമയുടെ ആദ്യ 9 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 9 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 3,95,00,000 രൂപയോളം സ്വന്തമാക്കിയ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 5 കോടി രൂപയോളമാണ്. 8 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഉന്മാദം തിയേറ്ററുകളിൽ വിജയമാകാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ കാണുന്നില്ല. മാധവൻ നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ GDN. ചിത്രം റിലീസിനെത്തിയ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 10,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 2,36,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. GDNന്റെ ബഡ്ജറ്റ് 15 കോടി രൂപ. ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ വിവാഹ്. ചിത്രം റിലീസിനെത്തിയ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 3,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 4,00,000 രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. റീസെന്റായി തെലുങ്കിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ കൊറിയൻ കനകരാജുവിന്റെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് ആന്ധ്ര തെലങ്കാനയിൽ നിന്നും 8,90,00,000 രൂപയോളം സ്വന്തമാക്കിയ ഈ ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 14,26,00,000 രൂപയോളമാണ്. കൊറിയൻ കനകരാജുവിന്റെ ബഡ്ജറ്റ് 25 കോടി രൂപ. ഹോളിവുഡ് സൂപ്പർ ഹീറോ ചിത്രം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ റിലീസിനെത്തിയ ആദ്യ 10 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 30,90,00,000 രൂപയും ടോട്ടൽ ഇന്ത്യ കളക്ഷനായി 482,86,00,000 രൂപയും ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായി 11,300 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ബ്രാൻഡ് ന്യൂ ഡേയുടെ ബഡ്ജറ്റ് 2,100 കോടി രൂപ. യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയായ ടോക്സിക്കിന്റെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. യഷിന്റെ സ്റ്റൈലിഷ് ലുക്കിലുള്ള മാസ് പ്രകടനവും ഗീതു മോഹൻദാസിന്റെ മേക്കിംഗ് ക്രാഫ്റ്റും സിനിമയെ ഒരു ഡാർക്ക് ഗ്യാങ്സ്റ്റർ ലോകത്തെ മികച്ച രീതിയിൽ തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. KGF 2 ശേഷം യഷ് എത്തുന്ന പാൻ ഇന്ത്യൻ സിനിമ എന്ന നിലയിലും നയൻതാര, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, രുക്മിണി വസന്ത് തുടങ്ങി വൻ താരനിര അണിനിരക്കുന്നു എന്നതുമാണ് ചിത്രത്തിന് മേലുള്ള വലിയ പ്രതീക്ഷകൾ. എന്നാൽ ട്രെയിലറിൽ കാണുന്ന അമിത രക്തച്ചൊരിച്ചിലും ഡാർക്ക് ടോണും തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരുടെ സ്വീകാര്യതയെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരു ചെറിയ നെഗറ്റീവായി ആരാധകർ ചർച്ച ചെയ്യുന്നുമുണ്ട്. വരുന്ന ഓഗസ്റ്റ് 26-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ ടോക്സിക് റിലീസിനെത്തും. ഈ ഒരു ട്രെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തനിയൊരുവൻ എന്ന സിനിമയുടെ സംവിധായകനായ മോഹൻ രാജ കാർത്തിയെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. ഓൾറെഡി ചിത്രത്തിന്റെ ചർച്ചകൾ മൂവി ടീം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു ഫാമിലി കോമഡി എന്റർടൈനർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ കാർത്തിക്കൊപ്പം തൃഷ, പ്രകാശ് രാജ്, മൻസൂർ അലി ഖാൻ, ഇന്ദ്രൻസ്, യോഗി ബാബു തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തുക. ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് ഹിപ് ഹോപ്പ് ആദിയാണ്. ഉടൻ തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് തുടക്കമാവും. GR ഇന്ദുഗോപന്റെ പ്രശസ്ത ഒരു നോവലിനെ അടിസ്ഥാനപ്പെടുത്തി കുഞ്ചാക്കോ ബോബനെ നായകനാക്കി നവാഗതനായ രവികുമാർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഹെയിൽ മേരിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു. കുഞ്ചാക്കോ ബോബനോടൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, അനു സിത്താര, ജഗദീഷ്, വിനയ് ഫോർട്ട്, സുഹാസിനി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഹെയിൽ മേരി നിർമ്മിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്ടാണ്. ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഫഹദ് ഫാസിലിനെ നായകനാക്കി ശശാങ്ക് ഗെഹ്ലോട്ട് സംവിധാനം ചെയ്യുന്ന ഒരു തെലുങ്കു പാൻ ഇന്ത്യൻ സിനിമയാണ് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഫഹദിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു പോസ്റ്റർ മൂവി ടീം ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഒരു മാജിക് ഫാന്റസി ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് SS രാജമൗലിയും SS കാർത്തികയും ചേർന്നാണ്. ഫഹദിനൊപ്പം സാറ പലേക്കർ, സൗരവ് സച്ചിദേവ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ വരുന്ന സെപ്റ്റംബർ മാസം 11-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തും. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി അശ്വന്ത് മാരിമുത്ത് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് രജനികാന്ത് ഒരു ഡോക്ടറുടെ വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ രാഷി ഖന്ന, സിമ്രൻ, യോഗി ബാബു തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ചിത്രീകരണത്തിന് തമിഴ്നാട്ടിലെ കടലൂരിൽ വെച്ച് ആരംഭമായിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുമുണ്ട്. ആക്ഷനും മാസിനും പ്രാധാന്യം നൽകി ഒരുങ്ങുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് രാജ് കമൽ ഫിലിംസിന് വേണ്ടി കമലഹാസനാണ്. മ്യൂസിക് അനിരുദ്ധും. 2027 സമ്മർ റിലീസായി ധർമ്മൻ തിയേറ്ററുകളിലേക്ക് എത്തും.
നസ്ലിൻ, സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അമൽ നീരദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു വരുന്ന ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബാച്ചിലർ പാർട്ടി ഡുഎക്സ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 2012 പുറത്തുവന്ന ബാച്ചിലർ പാർട്ടിയുടെ സ്പിരിച്വൽ സീക്വലായി വരുന്ന ഡുഎക്സിൽ ഒരു കാമിയോ വേഷത്തിൽ ടൊവിനോ തോമസും എത്തുന്നുണ്ട്. അമൽ നീരദും അൻവർ റഷീദും ഫഹദ് ഫാസിലും ചേർന്ന് നിർമ്മിക്കുന്ന ബാച്ചിലർ പാർട്ടി ഡുഎക്സ് വരുന്ന ഒക്ടോബർ 15 തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. SS രാജമൗലിയുടെ സംവിധാനത്തിൽ മഹേഷ് ബാബു, പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയങ്ക ചോപ്ര എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു ബിഗ് ബജറ്റ് എപ്പിക് ഫാന്റസി അഡ്വഞ്ചർ സിനിമയാണ് വാരണാസി. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും മഹേഷ് ബാബുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റില്ല് ഇപ്പോൾ മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. ചിത്രത്തിൽ രുദ്ര എന്ന കഥാപാത്രമായിട്ടാണ് മഹേഷ് ബാബു എത്തുന്നത്. അതേസമയം കുംഭ എന്ന കഥാപാത്രമായി പൃഥ്വിരാജും മന്ദാകിനി എന്ന കഥാപാത്രമായി പ്രിയങ്ക ചോപ്രയും വാരണാസിയിൽ വേഷമിടും. നിലവിൽ 80% ചിത്രീകരണം പൂർത്തിയായ വാരണാസിയുടെ അവസാനഘട്ട ചിത്രീകരണം ഇപ്പോൾ ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റിയിൽ വെച്ച് നടന്നു വരുന്നു. 1000 കോടി രൂപയോളം മുതൽ മുടക്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പൂർണ്ണമായും ഐമാക്സ് സാങ്കേതികവിദ്യയിൽ തയ്യാറാവുന്ന വാരണാസി വരുന്ന 2027 ഏപ്രിൽ 7 രാമനവമി ദിനത്തിൽ ലോകമെമ്പാടും തിയേറ്ററുകളിലേക്ക് എത്തും. നവാഗതരെ നായകന്മാരാക്കി ടിനു പാപ്പച്ചൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു റിയലിസ്റ്റിക് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കൊല്ലം കോട്ട കമ്പനി. സജിൻ ഗോപു ആണ് ഈ ചിത്രത്തിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ടിനു പാപ്പച്ചനും അച്ചു ബേബി ജോണും ചേർന്ന് നിർമ്മിച്ച് ജസ്റ്റിൻ വർഗീസ് മ്യൂസിക് ഒരുക്കുന്ന കൊല്ലം കോട്ട കമ്പനി വരുന്ന സെപ്റ്റംബർ മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. ഇലവിഴ പൂഞ്ചിറ എന്ന സിനിമയ്ക്ക് ശേഷം സൗബിൻ ഷാഹിറിനെ നായകനാക്കി ഷാഹി കബീർ വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. നിതീഷ് ജയ ആണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത്. മാത്രമല്ല ഈ സിനിമയും ഒരു പോലീസ് സ്റ്റോറിയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളതും. വരും ദിവസങ്ങളിൽ തന്നെ ഈ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവരും. പ്രകാശ് വർമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇക്കാലത്ത് മലയാളം സിനിമകൾ മേക്കിംഗിലും ട്രെൻഡിംഗിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും തികച്ചും കാലഹരണപ്പെട്ട ശൈലിയിലാണ് ഈ ഒരു ടീസർ ഒരുക്കിയിട്ടുള്ളത്. എന്നിലെ പ്രേക്ഷകനെ ആകർഷിക്കുന്നതിൽ ഈ ടീസർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയും. മോശം മേക്കിംഗും പഴഞ്ചൻ കാസ്റ്റിംഗും പ്രകടനങ്ങളും എഐയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് പോലുള്ള BGMഉം ആകെ മൊത്തത്തിലൊരു അലമ്പ് ഫീലാണ് സമ്മാനിച്ചിട്ടുള്ളത്. വരുന്ന സെപ്റ്റംബർ 4 ലോ ആൻഡ് ഓർഡർ തിയേറ്ററുകളിലേക്ക് എത്തും. ജയസൂര്യ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്ത ഒരു ഹൊറർ ഫാന്റസി എപ്പിക് സിനിമയാണ് കത്തനാർ. കഴിഞ്ഞ കുറച്ച് നാളുകളായി കത്തനാറിന്റെ റിലീസ് അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കത്തനാറിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് ശേഷം മറ്റ് അപ്ഡേറ്റുകൾ ഒന്നും തന്നെ മൂവി ടീം പുറത്തുവിട്ടിരുന്നില്ല. 2026 ഇനി വളരെ പരിമിതമായ റിലീസ് ഡേറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിനാൽ തന്നെ കത്തനാറിന്റെ റിലീസ് ചിലപ്പോൾ 2027 തുടക്കത്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ തന്നെയാണ് സിനിമയുടെ ഭാഗത്തുനിന്നും അപ്ഡേറ്റുകളൊന്നും പുറത്തു വരാത്തതെന്നുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു വാർത്ത കൃത്യമായ സോഴ്സ് ഇല്ലാതെ പുറത്തു വന്നിട്ടുള്ളതിനാൽ 100% സത്യമാവണമെന്നുമില്ല. എന്തായാലും വരുന്ന ഓണം നാളുകളിൽ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിവിൻ പോളിയെ നായകനാക്കി നവീദ് ഫാമി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് MB51. നിവിൻ പോളിക്കൊപ്പം അജു വർഗീസും നായകതുല്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ രുക്മിണി വസന്താണ് ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുക. ആദ്യം ഈ കഥാപാത്രത്തിനായി മൂവി ടീം സമീപിച്ചത് പ്രീതി മുകുന്ദനെയായിരുന്നു. എന്നാൽ പിന്നീട് രുക്മിണി വസന്തിലേക്ക് എത്തപ്പെടുകയായിരുന്നു. ഇപ്പോഴിതാ MB51ന്റെ പൂജാ ചടങ്ങും സ്വിച്ച് ഓൺ കർമ്മവും ഇന്നിപ്പോൾ എറണാകുളത്ത് വെച്ച് നടത്തപ്പെട്ടിട്ടുണ്ട്. ഒരു മുഴുനീള കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്ടും നിവിൻ പോളിയും ചേർന്നാണ്. ഉടൻ തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ തുടക്കമാവും. സൂര്യയെ നായകനാക്കി വെങ്കി അട്ലൂരി സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. ചിത്രത്തിന്റെ സെൻസറിംഗ് വർക്കുകൾ ഇന്നലെ നടക്കുകയുണ്ടായി. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭ്യമായ ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 40 മിനിറ്റും 40 സെക്കൻഡും. സൂര്യയ്ക്കൊപ്പം അമിതാഭ് ബൈജ് ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്ന വിശ്വനാഥൻ ആൻഡ് സൺസ് വരുന്ന ഓഗസ്റ്റ് മാസം 14 തമിഴ്, തെലുങ്ക് ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തും. പൃഥ്വിരാജ് ലാലേട്ടൻ കോംബോ വീണ്ടും ഒന്നിച്ച് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ ഒരുങ്ങുന്ന ഒരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഖലീഫ. ജിനു എബ്രഹാമിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ എന്ന ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും മാസ്റ്റർ നഷാഫ് അവതരിപ്പിക്കുന്ന റുഷിൻ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും വൻ ഹൈപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഖലീഫ ഇപ്പോൾ IMDbയിൽ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന മലയാളം സിനിമകളുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തും ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. അതായത് ഓണം റിലീസിൽ അയാം ഗെയിമിനേക്കാൾ മുകളിലാണ് നിലവിൽ ഖലീഫയുടെ ഹൈപ്പ്. ഇനിയിപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ കൂടി പുറത്തു വന്നാൽ ഈ ഒരു ഹൈപ്പ് ഇരട്ടിയാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും കാത്തിരിക്കാം വരുന്ന ഓഗസ്റ്റ് 20 റിലീസിന് എത്താനിരിക്കുന്ന ഖലീഫയ്ക്കായി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്രെയിം ഏത് സിനിമയാണെന്ന് അറിയാവുന്നവർ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുത്ത 5 പേരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.